പരിശുദ്ധമായ ഖുർആനിൽ അഹ്സനുൽ ഖസസ് എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾക്ക് വലിയ ഇഷ്ടമുള്ളൊരു ചരിത്രമാണ്, ഖുർആൻ പറഞ്ഞ കഥയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ ചർച്ച ചെയ്യാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിണറ്റിൽ വീണപ്പോൾ ചൊല്ലിയ പ്രാർത്ഥന ഏതാണ്? അതുപോലെ അള്ളാഹു സഹായിക്കുമ്പോഴൊക്കെ ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ ദിക്റുകൾ ഏതൊക്കെയാണ്? യൂസുഫ് നബിക്ക് എപ്പോഴും മനസ്സിലുണ്ടായ നാവിൽ ചൊല്ലിയിരുന്ന ദിക്ർ ഏതൊക്കെയാണെന്ന് തുടങ്ങിയുള്ള അത്ഭുതത്തിന്റെ ഒരു ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് ചില മാപ്പിളപ്പാട്ടിന്റെ ഈരടിയിലൂടെ നമ്മളൊന്ന് പാടി പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മണിമുത്ത് സുലൈഖാന്റെ മനതാരിൽ കവർന്നോരാം മുഹബത്തിൻ കഥയാണേ യൂസുഫിൻ മേനിച്ചോരുക്ക് കൊണ്ട് മതം കൊണ്ട് കൊതി പൂണ്ട മോഹിച്ച കഥയാണേ ഭേദം ഓതിയ പൊരുളാണേ 14 രാവിനൊത്ത കതിർവട്ട മുഖവും പകലോളി തിളങ്ങുന്ന തളിർനെറ്റിത്തടവും പുരുഷത്വം തുളുമ്പുന്ന വിരിമാറിനഴകും നിറഭംഗി ഒളിവാണേ യൂസുഫ് നബിക്കല്ല കൊടുത്താനേ. അഹ്സനുൽ ഖസസ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കഥയാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. മഹാനായ യൗക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ യൗക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മക്കൾ 12 പേരാണ്. ആ 12 മക്കളിൽ ഒരാളാണ് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ 12 മക്കളിൽ ബിനിയാമീൻ എന്ന മകനും അതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന 2 മക്കൾ മറ്റൊരു ഭാര്യയിലാണ്. ബാക്കി 10 മക്കളും മറ്റു ഭാര്യമാരിലായിട്ടാണ് യൗക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കുഞ്ഞുങ്ങൾ ഉണ്ടാവുക. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് യൗക്കൂബ് നബിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം ഒരു ചരിത്രമുണ്ട്, മഹാനായ റാസിമ പറയുന്നുണ്ട്, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖം മഹാനായ യൗക്കൂബ് നബിയുടെ വല്ലുമ്മയുടെ മുഖം പോലെയാണ്. അതുകൊണ്ട് തന്നെ വല്ലുമ്മയോട് യൗക്കൂബ് നബിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് യൂസുഫ് നബിയുടെ സൗന്ദര്യം വല്ലുമ്മയെ കാണുമ്പോൾ തോന്നലുള്ളത് കൊണ്ട് യൂസുഫ് നബിയോട് വല്ലാത്തൊരു ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ വാപ്പാക്ക് യൂസുഫ് നബിയോട് വലിയ ഇഷ്ടമുള്ളത് കൊണ്ട് മക്കൾക്ക് വലിയ അസൂയായിരുന്നു, വലിയ വെറുപ്പായിരുന്നു, വലിയ കോപമുണ്ടാക്കുന്ന ഒരു സംഗതിയായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടന്നുറങ്ങുമ്പോൾ ഇത് ഖാല യൂസുഫ് ലി അബീഹി യാ അബത്തി ഇന്നി റഅയ്തു ഹദ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബത്തെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വപ്നം കണ്ടു. 12 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനുമെല്ലാം യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്യുന്നതായി സ്വപ്നം കണ്ടു. നേരം വെളുത്തപ്പോൾ വാപ്പയോട് പറഞ്ഞു, വാപ്പ ഞാൻ സ്വപ്നം കണ്ടു. വിശദീകരിച്ചു കൊടുത്തു. നമുക്കെല്ലാം അറിയാവുന്ന ചരിത്രമായതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയോട് ഇത് പറഞ്ഞപ്പോ വാപ്പ പറഞ്ഞു, മോനെ ഇത് നീ ആരോടും പറയരുത്, ഇത് വലിയ പ്രശ്നമുണ്ടാക്കുന്ന സ്വപ്നമാണ്, ഇത് ആരോടും പറയരുത്. ഈ പറയുന്ന സൃഷ്ടിചരാചരങ്ങളെല്ലാം നിന്റെ സഹോദരങ്ങളെല്ലാം നിന്റെ കാൽക്കൽ വരും, എല്ലാവരും നിന്നെ ചേർത്തു പിടിക്കും, നീ സർവ്വരാലും ആദരിക്കപ്പെടും എന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ ഇതിന് വിശദീകരണം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തു. അങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്റെ ഭാര്യയായ ലിയ എന്ന പേരുള്ള ഭാര്യ, 10 മക്കളിൽ പെട്ട ചില മക്കളുടെ ഉമ്മയായ ലിയ എന്ന ഉമ്മ ഇത് കേൾക്കാൻ ഉമ്മ മക്കളോട് ഈ ചരിത്രങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. മക്കളെ, യൂസുഫ് എന്ന മകൻ ഇന്ന സ്വപ്നം കണ്ടിട്ടുണ്ട്, ഇതാണ് പ്രശ്നം, അതുകൊണ്ട് ജീവനോടവൻ ഉണ്ടായാൽ നിങ്ങൾക്ക് അവൻ പാരയാണ്, അതുകൊണ്ട് അവനങ്ങ് കൊന്നേക്കണം, അവനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കണം. അതിനെന്താ ചെയ്തെന്നറിയോ? ഒരു ദിവസം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറക്കത്തെ എഴുന്നേൽക്കുമ്പോൾ പുറത്തു വലിയ ഒച്ചപ്പാടും ബഹളവും. കൂട്ടുകാരെല്ലാവരും സഹോദരങ്ങളെല്ലാവരും 10 പേര് വട്ടം കൂടി എന്ന് കമ്പ് വെച്ച് എന്തോ ഒരു കളി കളിക്കാൻ. ഇത് കണ്ടപ്പോൾ യൂസുഫ് നബിക്ക് വല്ലാത്ത ഇഷ്ടമായി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, എനിക്കും കൂടി കളിക്കണം. യൂസുഫ് നബി അവരെ കൂട്ടി കളിച്ചങ്ങോട്ട് രസം പിടിച്ചു എന്ന് കണ്ടപ്പോൾ അങ്ങ് നിർത്തിക്കളഞ്ഞു. ഈ സ്വരം നന്നാക്കുമ്പോൾ പാട്ട് നിർത്തുമെന്ന് പറയില്ലേ, അതുപോലെ അങ്ങ് നന്നാക്കി കളഞ്ഞു, അങ്ങ് നിർത്തിക്കളഞ്ഞു. അപ്പൊ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, എനിക്ക് കുറച്ചുകൂടി കളിക്കണ ഇക്കാക്കമാരെ. അപ്പൊ ആ മകനോട് ജ്യേഷ്ഠ സഹോദരങ്ങൾ പറഞ്ഞു, മോനെ ഇതൊന്നും ഒരു കളിയല്ലപ്പ, ഇതിനേക്കാൾ നല്ല രസമായ കളികൾ, വിശാലമായ ഗ്രൗണ്ടുള്ള മൈതാനം കാട്ടിനകത്തുണ്ട്, നമ്മൾ ആടുമേക്കാൻ പോകുമ്പോൾ നീ വന്നാൽ നിന്നെ കൂടി കളിപ്പിക്കാം. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പെർമിഷന് വേണ്ടി യൗക്കൂബ് നബിയാകുന്ന പിതാവിന്റെ അടുക്കലേക്ക് പോയി കരഞ്ഞു എന്നാണ്. യൂസുഫ് നബി യോട് യൗക്കൂബ് നബി ചോദിച്ചു, എന്താണ് മോനെ നീ കരയുന്നത്? ആ സമയത്ത് വാപ്പയോട് പറഞ്ഞു, നീ കൊണ്ട് വയ്യൽ പീറായത്തിൽ ഒത്തോരു മീത്ത് കളിത്തിടാനായി കാട്ടിൽ ഉറ്റവരോടൊത്ത് പോയിടാനായി ഹയ്യവ
നാമത്തിൽ മൊയ്യും ചെയ്യും നബി ആയേ മോനെ നീയും പോകേണ്ടിന്ന് കൽബിൽ ആദികളേറെ വരുന്നേ എന്ന് യാക്കൂബ് നബിയോട് പറഞ്ഞു, വാപ്പ എനിക്ക് പോണം. വാപ്പ പറഞ്ഞു, മോനെ പോകണ്ട, പ്രശ്നമാണ്, എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റൂല. അങ്ങനെ വല്ലാതെ കരഞ്ഞ് മക്കള് പിടിവാശിയാണല്ലോ. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സമ്മതം വാങ്ങിയതാണ്. അന്ന് രാത്രി വാപ്പായും മോനും കെട്ടിപ്പിടിച്ച് കിടക്കാണ്. ഒരു കട്ടിലിൽ 2 ദുആ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കട്ടിലിൽ 2 ദുആ. എന്താണ്? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, പടച്ചോനെ നാളെ നേരം വെളുക്കല്ല റബ്ബേന്ന്, നാളെ നേരം വെളുക്കല്ലേന്ന്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്യുന്നു, പടച്ചവനെ എത്രയും വേഗം ഒന്ന് നേരം വെളുക്കണേ. മക്കളും അങ്ങനെയാണല്ലോ, എവിടെയെങ്കിലും പോകാൻ ഇഷ്ടം തോന്നി അന്ന് ഉറങ്ങൂല. യൂസുഫ് നബി വാപ്പാടെ നെഞ്ചിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നു, പടച്ചോനെ എത്രയും വേഗം നേരം വെളുത്തെങ്കിൽ അല്ലാന്ന്. യാക്കൂബ് നബി ദുആ ചെയ്യുന്നു, പടച്ചോനെ നേരം വെളുക്കല്ലേ എന്ന്. സ്വാഭാവികമായും നേരം വെളുത്തു. അവരെങ്ങനെ പോകാൻ വേണ്ടി തയ്യാറായി. വാപ്പ മക്കളോട് പറഞ്ഞു, മക്കളെ പൊന്നുപോലെ നോക്കണം. അങ്ങനെ എല്ലാ സഹോദരങ്ങളും പോകാൻ വേണ്ടി ഇറങ്ങി. എല്ലാവരെയും ഇങ്ങനെ ചേർത്തു പിടിച്ചുകൊണ്ട് വാപ്പ അങ്ങനെ പറഞ്ഞു എന്നാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വാപ്പ മക്കളെ കയ്യിൽ കൊടുത്തോട് പറഞ്ഞു, മക്കളെ പൊന്നുപോലെ നോക്കണം. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകനാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമും തന്റെ സഹോദരങ്ങളും വേണ്ടി ഇങ്ങനെ പോവാൻ. അങ്ങനെ പോകുമ്പോ യഹൂദ എന്ന മകനെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു ഏൽപ്പിച്ചത്. കാരണം 10 മക്കളിൽ യഹൂദ എന്ന പേരുള്ള സഹോദരൻ യൂസുഫിന് വേണ്ടി വല്ലാത്ത ഇഷ്ടമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, വേഗം പറഞ്ഞു പോകണം. അങ്ങനെ നടന്ന് കാട്ടിലെത്തിയപ്പോ അവർക്ക് ദേഷ്യം കൂടി. യൂസുഫ് നബി വല്ലാതെ അടിക്കാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങി. അവസാനം പറഞ്ഞു, കൊന്നുകളയാം. യഹൂദ പറഞ്ഞു, കൊല്ലണ്ട, നമുക്ക് സഹോദരനല്ലേ, എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. അവിടെ ഒരു കിണറുണ്ടല്ലോ, ജുബ്ബുൽ ഹസീൻ എന്ന് പറയുന്ന ഒരു കിണറുണ്ട്, ആ കിണറ്റിലേക്ക് നമുക്ക് ഇടാം. അവൻ അവിടെ കിടന്ന് ചാവുകയോ ജീവിക്കുകയോ എങ്ങനെയോ ചെയ്തോട്ടെ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ യഹൂദ എന്ന സഹോദരന്റെ മനസ്സിലാഗ്രഹം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ജീവിച്ചോട്ടെ എന്നായിരുന്നു. പക്ഷെ ആ സ്നേഹം മനസ്സിൽ കരുതി പുറത്ത് കാണിച്ചില്ല. അങ്ങനെ ഒരു പൊട്ടക്കിണറ്റിൽ നബി യൂസുഫിനെയാ കുടിലരന്നിടലായി. പിന്നെ അജഗണ മറുത്ത് ചൂട് ചോര പുരട്ടി ഉടുപ്പുടൻ നജസായി. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി. നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ ഒളിവായി നിലയായി. ചരിത്രത്തിലുള്ളതുപോലെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എന്ത് ചെയ്തു? കിണറ്റിനകത്തേക്ക് ഇട്ടു. പ്രിയമുള്ളവർ, എന്നിട്ട് എല്ലാവരും മടങ്ങിപ്പോയി. എന്നിട്ട് തന്റെ കുപ്പായം ഊരിയെടുത്തു, ഒരു ആടിനെ എറുത്തിട്ട് ചോര അതിലേക്ക് പറ്റിച്ചിട്ട് വാപ്പാന്റെ അടുക്കലേക്ക് പോവാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എന്തുണ്ടാക്കി? നേരെ കിണറ്റിലേക്ക് തള്ളിയിട്ടു. കിണറ്റിലേക്ക് ഇങ്ങനെ വീഴുമ്പോ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉള്ളിൽ നിന്ന് വിളിക്കുകയാണ്, തവക്കൽതു അലല്ലാഹ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അല്ലാഹുവേ, നിന്നെ തവക്കുലാക്കുന്നു അല്ലാഹ്, നിന്നെ ഞാൻ തവക്കുലാക്കുന്നു അല്ലാഹ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖൽബിൽ തട്ടി വിളിച്ചത് ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഉടനെ മഹാനായ മുഖറബുൽ അംലാക്കും മലക്ക് ജിബ്രീൽ ഒരു പ്രയാസം വരുമ്പോ, ഒരു പ്രതിസന്ധി വരുമ്പോ, ഒരു വിഷമം വരുമ്പോ തവക്കൽതു അലല്ലാഹ് ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ദുആ പറഞ്ഞോ, അല്ലാഹ് നിങ്ങളെ രക്ഷിക്കുമെന്നാണ്. ജിബ്രീൽ നേരെ വന്നു, ഒരു പന്ത് പിടിക്കുന്നത് പോലെ യൂസുഫ് നബിയെ പിടിച്ചു കൊണ്ടുവന്നൊരു പാറപ്പുറത്തിരുത്തിയെന്നാണ്. ആ പാമ്പിനകത്ത് പാമ്പുകളും തേളുകളും വിഷസർപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു വട്ടം വരച്ചു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. എന്നിട്ട് പറഞ്ഞു, ഇതിനകത്തേക്ക് നിങ്ങൾ പ്രവേശിക്കരുത്, ഇത് മഹാപ്രവാചകനായ അള്ളാഹ് ആദരിച്ച അടിമയായ യൂസുഫ് എന്ന പ്രവാചകനാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ്. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കിണറ്റിൽ കിടന്നു എന്നാണ്. പക്ഷെ അള്ളാഹുവിനോട് ഉള്ളുരുകി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അത് വിശ്വാസിയുടെ ആയുധമാണ്. യൂസുഫ് നബിയും അള്ളാഹുവിലേക്ക് ദിക്ർ ചൊല്ലി, ഒരുപാട് ദിക്റുകൾ ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥനകൾ ചൊല്ലി അള്ളാഹു കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്. മാലിക് ബിൻ ദഹ്ർ എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരൻ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തി. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തി അവരുടെ സ്വദേശമാകുന്ന മിസ്ർ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു ചെല്ലുക. എന്നിട്ട് ഒരേ ചരിത്രങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പറഞ്ഞു പോവുകയാണ്. എന്റെ പ്രിയമുള്ള
സഹോദരങ്ങളെ, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവരെന്ത് ചെയ്തു? നേരെ കൊണ്ടുപോയി നടന്ന് നൈൽ എന്ന് പറയുന്ന നദിയുടെ തീരത്തെത്തി അവരെല്ലാവരും കുളിച്ചു. യൂസുഫ് നബിയോടും പറഞ്ഞു, യാത്രാക്ഷീണമൊക്കെ ഉള്ളതല്ലേ, നീ കുളിക്കാൻ പറഞ്ഞു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുങ്ങി താഴ്ന്ന് ഉയർന്നപ്പോ മാലിക് ബിൻ ദഹ്റം എന്ന് പറയുന്ന മനുഷ്യനടക്കം ഉണ്ടായിരുന്ന സംഘം മുഴുവൻ അന്തം വിട്ട് അന്താളിച്ചു പോയി. 14-ാം രാവിലെ പൂർണ്ണചന്ദ്രനെ പോലെ പറയുമോ മാലാകയാണോ അല്ല ജിന്ന് വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണോ? ചോദിച്ചോടോ, നീ മനുഷ്യക്കുട്ടിയാ? എന്തോ ഒരു സൗന്ദര്യ, കണ്ണെടുക്കാൻ തോന്നണില്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കുളി കഴിഞ്ഞ് മാലിക് ബിൻ ദഹ്റം എന്ന് പറയുന്ന കച്ചവടത്തിന്റെ നേതാവ് മഹാനെ കണ്ടപ്പോ വല്ലാത്ത സൗന്ദര്യം, സുജൂദ് ചെയ്തു എന്നാണ് ഒരു ചരിത്രത്തിൽ കാണുക. ഉടൻ തന്നെ പറഞ്ഞു, സുജൂദ് ചെയ്യണ്ട, അത് പടച്ച തമ്പുരാന് വേണ്ടിയാണ്. യൂസുഫ് നബി ഇങ്ങനെ മിസ്റിന്റെ പട്ടണത്തിലൂടെ ഇങ്ങനെ നടന്നു കൊണ്ടുപോകുമ്പോൾ 100 കണക്കിന് ആളുകൾ ആ സൗന്ദര്യം കാണാൻ വേണ്ടി ഒരുങ്ങിക്കൂടിയെന്നാണ്. ആ സമയത്ത് മനുഷ്യന്റെ കോലത്തിൽ മലക്കുകൾ ഇറങ്ങി. മനുഷ്യന്റെ കോലത്തിൽ ഇറങ്ങിയിട്ട് മാലിക് ബിൻ ദഹ്റിനോട് പറഞ്ഞു, എടോ നിനക്ക് ബുദ്ധിയില്ലേ? ഒരു ഐഡിയ പറഞ്ഞുതരാം. ഈ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ നിനക്ക് ഇത് വെച്ച് പൈസ മേടിച്ചുകൂടെ? എങ്ങനെ? ഒരു ടെന്റ് അടിക്കുക, എന്നിട്ട് അതിനകത്ത് കസേരയിട്ട് യൂസുഫ് നബി യൂസുഫിനെ ഇരുത്തുക. പ്രവാചകനാണെന്ന് അറിയില്ല. ഒരു യൂസുഫിനെ ഇരുത്തുക, ഈ കുട്ടിയെ ഇരുത്തുക, ഇവിടെ ഒരു കർട്ടൻ വെക്കുക, ആളുകളെ നിന്ന് പൈസ മേടിക്കുക, ടിക്കറ്റ് സംവിധാനം, കസേര നിറയുമ്പോ കർട്ടൻ മാറ്റുക, കുട്ടിയെ കാണിക്കുക, അവരെ ഇറക്കി വിടുക, വീണ്ടും കർട്ടൻ ഇടുക. സുബ്ഹാനല്ലാഹ്. മാലിക് ബിൻ ദഹ്റം ശരിയാണല്ലോ, യവനെ കുറച്ച് പൈസ ഉണ്ടാക്കിയാലോ? അങ്ങനെ പ്രിയമുള്ളവരെ, അങ്ങനെ ആളുകളെ കാണാൻ രാവും പകലുകളും ആളുകൾ നിബിഡമായി മിസ്ർ എന്ന നാട് എന്നാണ്. എവിടെല്ലാം ആളുകൾ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ ആളുകൾ ഓടിയെത്തി. അന്ന് മിസ്ർ എന്ന് പറയുന്ന രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അസീസ് എന്ന് പറയുന്ന രാജാവാണ്. അസീസ് രാജാവും വാർത്ത എത്തി, യൂസുഫ് എന്ന് പറയുന്ന ഒരു കുട്ടി വന്നിട്ടുണ്ട്, മലക്കാണെന്ന പോലെ സംശയമുണ്ട്, വല്ലാത്ത സൗന്ദര്യമാണ്. അങ്ങനെ അസീസ് രാജാവ്, മിസ്റിലെ രാജാവ് അസീസ് രാജാവ് കാണാൻ വേണ്ടി ഇറങ്ങിയപ്പോ തന്റെ ഭാര്യ സുലൈഖ ബീവി പുറകെ നിന്ന് വിളിച്ചു, അതെ ഞാനും കൂടി വന്നോട്ടെ. സുലൈഖ ബീവിയോട് അസീസ് രാജാവിന് വല്ലാത്ത ഇഷ്ടമാണ്. കാരണം എന്താണെന്നറിയോ? വല്ലാത്ത ഇഷ്ടമാണ്. കാരണം എന്ത് പറഞ്ഞാലോ വാങ്ങിക്കൊള്ളും. അതാണ് അസീസ് രാജാവും സുലേഖ ബീവിയും തമ്മിലുള്ള ബന്ധം. പക്ഷേ സുലേഖ ബീവിക്ക് അസീസ് രാജാവിനോട് വലിയ ഇഷ്ടമില്ല. അതിന് പിന്നിൽ ഒരു വലിയ ചരിത്രമുണ്ട്. പക്ഷെ അതിപ്പോ പറയാൻ സമയമില്ല, വിശാലമായ ചരിത്രമാണ്. ഇൻഷാ അല്ലാഹ് സമയം ഉണ്ടെങ്കിൽ അവസാനം പറയും. അപ്പൊ എന്തുണ്ടായി? അസീസ് രാജാവിന് സുലേഖ എന്ന് പറഞ്ഞ ജീവനാണ്. സുലേഖ ബീവിക്ക് അസീസ് രാജാവിനോട് ഇഷ്ടമില്ല. അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഞാനും കൂടി വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോ അസീസ് രാജാവ് പറഞ്ഞു, സന്തോഷമല്ലേ ഉള്ളൂ, നീ എന്റെ കൂടെ പോന്നോ? അങ്ങനെ സുലേഖ ബീവിയും അസീസ് രാജാവും പരിവാരങ്ങളും സുലേഖ ബീവിയുടെ ഒരു തോഴിയും കൂടി ഈ യൂസുഫ് എന്ന് പറയുന്ന പൊന്നുമോനെ കാണാൻ, പ്രവാചകനെ കാണാൻ വേണ്ടി കടന്നു വരികയാണ്. സുബ്ഹാനല്ലാഹ്. അവിടെ കൊണ്ടുവന്നു, രാജാവും പരിവാരങ്ങളും എത്തി, എല്ലാവരും ഇരുന്നു, കർട്ടൻ അങ്ങോട്ട് മാറ്റി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടപ്പോ സുലൈഖ ബീവി ചാടി എഴുന്നേറ്റു. തോഴി അവിടെ ഇരുന്ന് നമ്മൾ പിടിച്ചിരുത്തി. എന്തേ കാര്യം? സുലൈഖ ബീവി പറഞ്ഞു, എടേ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ സ്വപ്നത്തിൽ ഒരു ചെറുക്കനെ കണ്ടുവന്ന്, ഒരു പുതിയാപ്പിള ഞാൻ കണ്ടുവന്ന്, ആ സ്വപ്നത്തിൽ കണ്ട അതേ ആളായിരിക്കണേ, ഈ ആളിനെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ തോഴി പറഞ്ഞു കൊടുത്തു, സുലൈഖ നീ ഇപ്പൊ ഒരാളുടെ ഭാര്യയാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. സുബ്ഹാനല്ലാഹ്. നീ നിയന്ത്രിക്കുന്ന നിന്റെ ശരീരത്തെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഈ രംഗം ഇങ്ങനെ നടന്നപ്പോ വീണ്ടും മലക്കുകൾ ഇറങ്ങിയിട്ട് ആ മാലിക് ബിൻ ദഹ്റിനോട് പറഞ്ഞു, ഇനി ഇങ്ങനെ പോയാൽ ശരിയാവൂല, കുട്ടിയെ ലേലം ചെയ്ത് കൊടുത്തേക്ക്, ഇനി ഇവിടെ എത്തിയ പ്രശ്നമാണ്. അപ്പൊ ഉടൻ തന്നെ പ്രഖ്യാപനം വന്നു, സുബ്ഹാനല്ലാഹ് ലേലം വിളിക്കാം. അങ്ങനെ ലേലം വിളി തുടങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ് സുലൈഖ ബീവി രാജാവിനോട് പറഞ്ഞു എന്നാണ്, അതെ ഞാൻ പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം കേൾക്കൂ. അസീസ് രാജ, നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കൂലേ? നീ എന്റെ കൽബല്ലേ, കരളല്ലേ, എന്താ വേണ്ടേ? അതെ ആ കുട്ടിയെ നമുക്ക് വാങ്ങിയാലോ? അപ്പൊ അസീസ് രാജാവ് വെച്ചു, നീ എന്തായി പറയണം, നമുക്ക് എന്തിനാ അപ്പൊ കുട്ടി, നമുക്ക് എന്തിനാ കുട്ടിയെ? ഉടൻ തന്നെ സുലൈഖാബിയുടെ മനസ്സിൽ അല്ലാഹു ഒരു ബുദ്ധി തോന്നിപ്പിച്ചു എന്നാണ്. ചരിത്രം മനസ്സിലാക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുവന്നാലേ ഇത്രയും സൗന്ദര്യമുള്ള ഒരു കുട്ടി കൊട്ടാരത്തിലുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനമല്ലേ മനുഷ്യ? ഇത് പറഞ്ഞപ്പോ അസീസ് രാജാവിന് ബുദ്ധി വന്നു, അത് ശരിയാണല്ലോ. അങ്ങനെ എന്റെ പ്രിയമുള്ളവരെ, രാജാവ് കൽപ്പനയിട്ടു, ആ കുട്ടിയെ തൂക്കാം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു തട്ടിൽ യൂസുഫ് നബിയെ വെച്ചു, മറ്റേ തട്ടിൽ സ്വർണം വെച്ചു. എത്ര സ്വർണം വെച്ചിട്ടും നിബിതങ്ങൾക്ക് സമാനമാകുന്നില്ല എന്നുള്ളതാണ്. നിബിതങ്ങളുടെ ത്രാസ് ഇങ്ങനെ താഴ്ന്നു നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവസാനം വേണ്ട, ഇനി താങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മാലിക് ബിൻ ദഹ്ർ എന്ന് പറയുന്ന മനുഷ്യൻ യൂസുഫ് നബിയെ അസീസ് രാജാവിനെ വിറ്റു. അങ്ങനെയാണ് അസീസ് രാജാവിന്റെ കൊട്ടാരത്തിൽ സുലൈഖ ബീവിയുടെ വീട്ടിലേക്ക് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നത്. മിസ്റിലെ
മാമയിലെ മിഴി പോലും പൊൻപൂങ്കുയിലെ മികവൊത്ത യൂസുഫ് നബിയിൽ മുഹബത്ത് പൂത്തൊരു റാണി മിസിരെ പൂറാണി സുലൈഹ തെളിവാനിൽ പൂത്തൊരു ലേഖ മിസിരി പൂറാണി സുലൈഹ തെളിവാനിൽ പൂത്തൊരു ലേഖ ബദറൊളി തുടിപ്പോടെ നബിയോരെ അഴക് കതിർമുല്ല മുട്ട് പോലെ ചിരിപ്പല്ലിനഴക് മധുര പൊന്മൊഴി കേൾക്കാൻ ബീബിക്കുള്ള നിനവ് ആശകൾ അലതല്ലും മനസ്സുമായി ആശിക്കായി നബിയോരെ കിന കാണുകയായി. വീട്ടിലേക്ക് കടന്നു വന്നു. രാജാവും പരിവാരങ്ങളും കുട്ടിയല്ലേ എന്ന് ഓർത്തിട്ട് എന്ത് ചെയ്തു? അസീസ് രാജാവ് സുലേഖ ബീബിയുടെ കയ്യിലേക്ക് യൂസുഫ് നബിയുടെ കൈ അങ്ങോട്ട് പിടിച്ചു കൊടുത്തപ്പോ സുലേഖ ബീബി വല്ലാതെ സന്തോഷായി. ലോകം വെട്ടിപ്പിടിച്ചവളെ പോലെ കൊട്ടാരത്തിലേക്ക് മടങ്ങി വന്നു എന്നാണ് ചരിത്രം. അങ്ങനെ രാജാവും പരിവാരങ്ങളും അവരുടെ ദർബാറിലേക്ക് മടങ്ങിപ്പോയി. സുലേഖ ബീബിയും യൂസുഫ് നബിയും മാത്രം വീട്ടിനകത്ത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സുലേഖ ബീബി ഇങ്ങനെ നോക്കി നിന്നു എന്നാണ് ചരിത്രത്തിൽ കാണാം. തന്റെ ഇഷ്ടം യൂസുഫ് നബിയോട് പറഞ്ഞു. 5 കൊല്ലം പുറകെ നടന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയ സാഹചര്യങ്ങളെല്ലാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രതികൂലായിരുന്നു. ഒരു പെണ്ണ് ഒറ്റക്കിരിക്കുമ്പോൾ അവിടെ ഇബ്ലീസ് വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് മനസ്സു വെച്ചാൽ സുലൈഖ ബീബി എന്ന സുന്ദരിയുമായി എല്ലാ കാര്യങ്ങളും പങ്കിടുവാൻ വേണ്ടി അനുവാദം കൊടുത്തിരുന്നു സുലൈഖ ബീബി. പക്ഷേ അള്ളാഹനെ ഭയപ്പെട്ട് ഇത്തഖുല്ലാ, ഖുർആൻ പറഞ്ഞത് ഇത്തഖുല്ലാ. ഉമ്മമാരെ, യൂസുഫിന്റെ ചരിത്രം വെറുതെ ചരിത്രം കേട്ട് കളയരുത്. അള്ളാഹു നമുക്ക് തരുന്ന പാഠമാണ്. എത്ര അവസരങ്ങൾ ഇബ്ലീസ് നമുക്ക് തുറന്നു തന്നാലും പടച്ചവരെ പേടിച്ചുകൊണ്ട് അള്ളാഹനെ തവക്കുലാക്കി മുന്നോട്ട് പോയാൽ അള്ളാഹു വിജയം തരുമെന്ന് ഉറപ്പാണ്. അതാണ് യൂസുഫിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. നടന്നില്ല. 5 കൊല്ലം പുറകെ നടന്നു എന്നാണ് ചരിത്രത്തിൽ കാണാം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 5 കൊല്ലം പുറകെ നടന്ന് ചോദിച്ചു, എടാ നീ എന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തത്? യൂസുഫ് നബി പറഞ്ഞു, നിങ്ങളെ ഞാൻ എന്റെ ഉമ്മയുടെ സ്ഥാനത്താണ് കണ്ടിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ വേണ്ടാത്ത ചിന്തകളൊന്നും വേണ്ട. സുബ്ഹാനല്ലാഹ്. സുലൈഖ ബീബി പറഞ്ഞു, എനിക്കങ്ങനെ കാണാൻ കഴിയില്ല. അങ്ങനെ സുലൈഖ ബീബി വീണ്ടും ഇങ്ങനെ പുറകെ നടന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇങ്ങനെ പുറകെ നടന്നിട്ട് യൂസുഫേക്ക് മാറ്റമൊന്നുമില്ല. സുലൈഖ ബീബിക്ക് വല്ലാത്ത സങ്കടം. ഇത് തോഴി അറിഞ്ഞു. എന്താ പ്രശ്നം? തോഴി പറഞ്ഞു, എന്താ നിങ്ങളുടെ സങ്കടം? സുലൈഖ ബീബി പറഞ്ഞു, ഇത്രയും നാളെ ഞാൻ പോയില്ലേ, എന്നിട്ടും അവൻ ഒരു മനസ്സ് വരണില്ലല്ലോ. അപ്പൊ തോഴി പറഞ്ഞു കൊടുത്തു, രാജ്ഞിയെ എന്താ കാര്യം എന്നറിയോ? ഈ കൊട്ടാരത്തിൽ ഭർത്താവുണ്ട്, പട്ടാളക്കാരുണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ടൊരു പ്രൈവസി കിട്ടാത്തത് കൊണ്ടായിരിക്കും. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നിങ്ങൾ പുതിയൊരു വീട് പണി, ഒരു കൊട്ടാരം പണിഞ്ഞിട്ട് അവിടേക്ക് യൂസുഫ് നബിയെ കൊണ്ടുപോവാ. അപ്പൊ നിങ്ങളെ യൂസുഫ് നബി മാത്രം അവിടെ, പരിവാരങ്ങളൊക്കെ ഇവിടെ, പ്രശ്നമില്ല. സുബ്ഹാനല്ലാഹ്. പെണ്ണിന്റെ ബുദ്ധിയല്ലേ. ആദം നബിയെ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്ത് ചാടിച്ചിട്ടില്ലേ? എന്തുണ്ടായിന്നറിയോ? ഭർത്താവാകുന്ന അസീസ് രാജാവ് റൂമിൽ വന്നപ്പോ പതിവില്ലാത്ത സ്നേഹം. അതെ, എന്തേ കാര്യം? നിങ്ങൾക്ക് എന്നോട് ഇപ്പൊ പഴയ പോലെ സ്നേഹമൊന്നുമില്ലപ്പ. എന്തേ കാര്യം? നിങ്ങൾക്ക് എപ്പോഴും ദർബാർ, മന്ത്രിസഭ, നിങ്ങൾക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ സമയമില്ല. അപ്പൊ രാജാവ് പറഞ്ഞു, എടേ, രാജ്യത്തിന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, ആളുകളെ പ്രശ്നങ്ങൾ നോക്കണ്ടേ, ഞാൻ എന്താ ചെയ്യുക? ആ സമയത്ത് സുലൈഖ ബീബി ആ ഐഡിയ പ്രയോഗിക്കും. തോഴി പറഞ്ഞു കൊടുത്ത ബുദ്ധി പ്രയോഗിച്ചു എന്നാണ്. ഈ വീട്ടിൽ നിന്നാ നിങ്ങൾ ഇനിയും അങ്ങനെ തിരക്കാം, അതുകൊണ്ട് നമുക്ക് വേറൊരു വീട് പണിയാം. അവിടെ ഞാനും നിങ്ങളും മാത്രം മതി. പട്ടാളങ്ങൾ വേണ്ട, പരിവാരങ്ങൾ വേണ്ട, മന്ത്രിമാര് വേണ്ട, തോഴിമാര് വേണ്ട, ഞാനും നിങ്ങളും മാത്രം. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടപ്പോ അസീസ് രാജാവ് ശരിയാണല്ലോ, സുലൈഖക്ക് എന്നോട് പഴയ പോലെ ഒന്നുമല്ല, സ്നേഹമൊക്കെ തോന്നി കരുതി ഒരു വീട് പണിയാൻ വേണ്ടി ഓർഡർ ഇട്ടു. സുലൈഖ ബീബിയോട് പറഞ്ഞു, നിന്റെ ഇഷ്ടത്തിന് നീ എഞ്ചിനീയർ ആയിക്കോ, നിന്റെ ഇഷ്ടത്തിന് വീട് പണിഞ്ഞു. യൂസുഫ് നബിയുടെ കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് സുലൈഖ ബീബിയോട് അസീസ് രാജാവ് പറഞ്ഞു എന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു കൊട്ടാരം പണിതു. വല്ലാത്ത വിശാലമായ കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിന്റെ മുന്നിൽ അങ്ങനെ സുലൈഖ ബീബിയുടെ പ്ലാനിങ്ങിലാണ് വീട് പണിയുന്നത്. പ്രത്യേകത എന്താണെന്നറിയോ? ആ മുറിയിൽ കയറിയാൽ മറ്റു മുറിയിലേക്ക് പോകാൻ അതിലൂടെ വഴി വളഞ്ഞും പുളഞ്ഞുമാണ്. ഒരു റൂമിൽ കയറി ആ റൂമിൽ കൂടെ ഇങ്ങനെ പല റൂമിലേക്കും പോകാൻ വളഞ്ഞും പുളഞ്ഞും വഴിയുണ്ട്. ആ വഴി സുലൈഖ ബീബിക്ക് മാത്രമേ അറിയുള്ളൂ. അതാണ് ആ കൊട്ടാരത്തിന്റെ പ്ലാനിങ്. അതാരാ ചെയ്തത്? സുലൈഖ ബീബിയ. വേറൊരു കാര്യം കൂടി ചെയ്തു. ആ കൊട്ടാരത്തിന് മുന്നിൽ ഒരു പ്രതിമ ഉണ്ടാക്കി. ആ പ്രതിമ ദൂരെ നിന്ന് നോക്കിയാൽ യൂസുഫ് നബി ആയിട്ട് തോന്നും, അടുത്ത് വന്ന് തോന്നിയാൽ അസീസ് രാജാവായിട്ട് തോന്നും. അതാണ് ആ പ്രതിമ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ആ വീട്ടിന് പേരിട്ടു ബൈത്തുൽ സുറൂർ. എല്ലാവരെയും ക്ഷണിച്ചു ഉദ്ഘാടനത്തിന്. പക്ഷെ ഒരാൾ മാത്രം വന്നില്ല. അത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും വന്ന് കണ്ടിട്ടൊക്കെ മടങ്ങിപ്പോ എല്ലാവരും അഭിനന്ദിച്ചു. പക്ഷെ ഒരാൾ മാത്രം വന്നില്ല. പ്രതീക്ഷിച്ച ആൾ വന്നിട്ടില്ല. യൂസുഫ് നബി വരാത്തതിൽ സുലൈഖ ബീബിക്ക് വല്ലാത്ത സങ്കടമായി. എല്ലാ തിരക്കൊഴിഞ്ഞപ്പോ രാജ്ഞിയോട് പറഞ്ഞപ്പോ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വീട്ടിലേക്ക് കടന്നു കൊണ്ടുവന്ന് പറഞ്ഞു, നിങ്ങളെ യജമാനത്തെ വിളിക്കുന്നുണ്ട്. യജമാനത്തെ
വിളിച്ചാൽ പോകൽ അടിമയുടെ ഉത്തരവാദിത്തമാണ്. വീട്ടിൽ നിന്ന് പഴയ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ആ ഒരൊറ്റ ദിക്റിന്റെ മഹത്വം കൊണ്ടാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് പൈശാചിക കുതന്ത്രത്തിൽ വീണു പോകാത്തത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഉമ്മമാരെ, വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പറയേണ്ട ദിക്ർ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹനെ തവക്കുലാക്കി യൂസുഫ് നബി ഇറങ്ങി, അള്ളാഹു സംരക്ഷിച്ചു. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണകത്തേക്ക് പ്രവേശിച്ചു. ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, സുലൈഖ ബീവിയുടെ വസ്ത്രം വല്ലാതെ മനുഷ്യന്റെ ശരീരത്തെ, വികാരത്തെ ഇളക്കി മറിക്കുന്ന രീതിയിലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അങ്ങനെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു അവിടെ ചെന്നപ്പോ സുലൈഖ ബീബി കെട്ടിപ്പിടിച്ചു എന്നാണ്. ആരുമില്ല കൊട്ടാരത്തിൽ. സുലൈഖ ബീബിയുടെ കയ്യെ തട്ടി മാറ്റി യൂസുഫ് നബി അലൈഹി സ്വലാത്തു ഓടാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ ആരുമില്ല, നീ പേടിക്കണ്ട, രക്ഷയില്ല. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി യഖാഫുല്ലാഹ്. മിസ്രിയിലെ രാജൻ അസീസിനാരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തുളി രാജാത്തേ, ഇഷ്ക കടലിൻ്റെ മോസ പൂട്ടി മറിഞ്ഞല്ലോ, ഇമ്പക്കനീ യൂസുഫ് നബിയിൽ നിറഞ്ഞല്ലോ. പുറകിൽ നിന്ന് വലിച്ചു, കുപ്പായം കീറി. ആ സമയത്താണ് ഭർത്താവ് കടന്നു വരുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി ഓടിയപ്പോ നേരെ അസീസ് രാജാവിന്റെ മുന്നിൽ. ഭർത്താവിനെ കണ്ടപ്പോ ഭാര്യയുടെ മട്ടുമാറി, കോലം മാറി. സുബ്ഹാനല്ലാഹ്, കെട്ടിപ്പിടിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, നിങ്ങളുടെ വളർത്തുമകൻ കൊള്ളാം, നിങ്ങൾ ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ എന്നെ വന്ന് നശിപ്പിച്ചേനെ. പക്ഷെ അസീസ് രാജാവിന് കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ വല്ലാത്ത സങ്കടമായി. സുബ്ഹാനല്ലാഹ്, രാജാവ് ആലോചിച്ചതിന് എന്താണ് ഒരു പ്രതിവിധി? രാജാവ് ചിന്തിച്ചതിന് എന്താണ് ഒരു പ്രതിവിധി? ആരെ കുറ്റക്കാരാക്കും? എന്റെ വളർത്തുമകനാകുന്ന യൂസുഫ് കുറ്റക്കാരനെല്ലാം എനിക്കറിയാം, എന്റെ ഭാര്യ കുറ്റക്കാരി എന്ന് പറഞ്ഞാൽ ആളുകൾ കളിയാക്കൂല, എന്താണ് ഇതിന് തെളിയിക്കാൻ കഴിയുക? അങ്ങനെ വല്ലാതെ സങ്കടത്തോടെ നിന്നപ്പോ തന്റെ മന്ത്രിയാകുന്ന എംലീഹ എന്ന് പറയുന്ന മന്ത്രിയോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ സമയത്ത് എന്താ ചെയ്തെന്നറിയോ? ഒരു നാളിൽ ചെറുപ്പത്തിനു ശരിതളമിട്ട മലരെ യൂസുഫ് നബിയെ കൊതി വലുതായി പാഞ്ഞു പിടിച്ച് കിതച്ചു നിന്നല്ലോ, അഴകോള കടൽ തീരമറിയും നബിയുള്ള മുന്നോട്ടോടുകയായി, കരളുരുകി ബീവി സുലൈഖ കരഞ്ഞു പോയല്ലോ, ചെമ്പകപ്പൂത്തേനിതളതരം ചന്ദിര സുന്ദര പൂമുഖമതിർപ്പം, ഗസലുകൾ തൻ പൊന്നൊളിഞ്ഞാലയിൽ ആടുന്നു സുലൈഖ ബീവി, അലയാഴെ മറിയുന്ന മനസ്സിൽ നിനവോട് ശിരസിൽ ബീവി സുലൈഖ അശകിശലായി യൂസുഫയോർത്ത് നിനച്ചു നിന്നല്ലോ, സഖിമാരോടവൾ കഥ പറഞ്ഞു, ആതൃപ്പമൊന്നറിഞ്ഞു യൂസുഫിനൊളിവായി, ഒരു സദസ്സിൽ കൈവിരൽ മുറിഞ്ഞു പഴം മുറിഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, ചരിത്രം വിശാലമാണ്, വിശദീകരിക്കുന്നില്ല. അങ്ങനെ അവസാനം ഗത്യന്തരമില്ലാതെ യൂസുഫ് നബിയെ ജയിലിൽ പിടിച്ചിട്ടു. നാട് മൊത്തം പാട്ടായി. ഒരു പെണ്ണ് അടിമച്ചെറുക്കനെ കയറി പിടിച്ചു. അങ്ങനെ ഒരു വിശാലമായ ഭക്ഷണം ഉണ്ടാക്കി. എല്ലാവരും ഭക്ഷണം കൊടുത്തു, കയ്യിൽ ആപ്പിളും കൊടുത്തു, കത്തിയും കൊടുത്തു. ചരിത്രം നമുക്കറിയാം. പഴം മുറിഞ്ഞില്ല, കൈ മുറിഞ്ഞു. അങ്ങനെ കാലം മുന്നോട്ട് പോയി. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടക്കാണ്. അങ്ങനെ ജയിലിൽ കിടന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ്, മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ദീനീ പ്രബോധനം നടത്തിയെന്നാണ്. സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. രാജാവിന്റെ രണ്ട് കിങ്കരന്മാർ തെറ്റ് ചെയ്തു കൊലപാതക ശ്രമം നടത്തി ജയിലിലേക്ക് വന്നു. അവർ കണ്ട സ്വപ്നം വിശദീകരിച്ചു കൊടുത്തു. ആ വിശദീകരണ ഫലമായി മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തുണ്ടായി? ജയിൽ മോചിതനായി. ഞാൻ അവിടെയൊന്നും പറയാൻ നമുക്ക് അറിയാവുന്ന ചരിത്രമായതുകൊണ്ട് ഞാൻ അവസാന ഭാഗത്തിലേക്ക് എത്തി നിൽക്കാൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നഷ്ടമായത് കരഞ്ഞ് വാപ്പാന്റെ കണ്ണിന്റെ കാഴ്ച, യൗക്കൂബ് നബിയുടെ കാഴ്ച നഷ്ടമായി. അങ്ങനെ പ്രിയമുള്ളവരെ, യൗക്കൂബ് നബിയുടെ നാട്ടിൽ വലിയ ദാരിദ്ര്യമായി. ആ സമയത്ത് അസീസ് രാജാവ് ഈ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ ഫലം കൊണ്ട് രാജാവ് അധികാരം യൂസുഫ് നബി ഏൽപ്പിക്കാൻ. യൂസുഫ് നബിക്ക് അധികാരം കിട്ടി, രാജാവായി. അന്ന് അവിടെ വിശാലമായ ഭക്ഷണങ്ങൾ, എല്ലാം കാര്യങ്ങളുണ്ട്. യൗക്കൂബ് നബിയാകുന്ന വാപ്പാന്റെ നാട്ടിൽ ദാരിദ്ര്യമാണ്. യൗക്കൂബ് നബി മക്കളോട് പറഞ്ഞു, മക്കളെ
മക്കളെ, തൊട്ടപ്പുറത്ത് ഒരു രാജാവുണ്ട്, പേരറിയില്ല. ആ രാജാവിന്റെ അടുക്കൽ പോയി പൈസ കൊടുത്താൽ ഭക്ഷണം കിട്ടും. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മക്കൾ പൈസയുമായി വന്നു. യൂസുഫ് നബിക്ക് സഹോദരങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായി. ചോദിച്ചു, നിങ്ങൾ എവിടെന്നാ? പറഞ്ഞു, ഞങ്ങൾ കനാനിൽ നിന്നാണ്. വാപ്പാന്റെ പേരെന്താ? വാപ്പാന്റെ പേര് യൗക്കൂബ് എന്ന. എത്ര മക്കളുണ്ട്? അവർ തല കുനിച്ചു. അവർ പറഞ്ഞു, 12 മക്കളുണ്ട്. എവിടെ 12? 2 പേരെവിടെ? നിങ്ങൾ 10 പേരല്ലേ ഉള്ളൂ. ആ സമയത്ത് അവർ തല കുനിച്ചിരുന്നപ്പോ യഹൂദ പറഞ്ഞു എന്നാണ്, ഒരാൾ വാപ്പാന്റെ അടുത്തുണ്ട്. അപ്പൊ ഒരാളെവിടെ? പറഞ്ഞു, ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞു. ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് യൂസുഫ് നബിയുടെ സിംഹാസനത്തിന്റെ മുകളിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട്. ഒരു സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നൊരു സാധനമാണ്. ഒരു സാധനം എന്ന് പറയാൻ കള്ളം പറഞ്ഞാൽ അപ്പൊ അലാറോടിക്കും. ഇവര് പറഞ്ഞു, ചെന്നായ പിടിച്ചു. മോനെ ചെന്നായ പിടിച്ചു. ആ സമയത്ത് അലാറം അടിച്ചു. അവർക്ക് തെറ്റ് മനസ്സിലായി. യൂസുഫിനെ പിന്നെ രണ്ടാമത് എടുത്ത് ചോദിക്കാൻ നിന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ വേണ്ട ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു വിട്ടു. കുറെ നാൾ കഴിഞ്ഞു. വീണ്ടും ദാരിദ്ര്യം. വീണ്ടും ഭക്ഷണം വാങ്ങാൻ വേണ്ടി വന്നു. ആ സമയത്ത് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യുന്നറിയോ? രണ്ടാമത് ഭക്ഷണം കൊടുത്തപ്പോൾ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ നിങ്ങളുടെ 11ാമത്തെ സഹോദരനെ കൂടി കൊണ്ടുവരണം, ഇല്ലെങ്കിൽ ഭക്ഷണം തരൂല. രണ്ടാമതും കൊടുത്തു വിട്ടു. അവർ ഭക്ഷണം കൊണ്ടുപോയി. പക്ഷെ വളരെ കുറച്ചേ കൊടുത്തു വിട്ടുള്ളൂ. എന്തിനാണെന്നറിയോ? വേഗം തിരിച്ചു വരാൻ വേണ്ടി. ഭക്ഷണം കൊണ്ടുപോയി. വേഗം ഭക്ഷണം തീർന്നു. രണ്ടാമത് യൗക്കൂബ് നബിയോട് പറഞ്ഞു, വാപ്പ ഇനി ഭക്ഷണം വേണമെങ്കിൽ ബിനിയാമീനെ കൂടി കൊണ്ടുവരണം. ആ സമയത്ത് യൗക്കൂബ് നബി പറഞ്ഞു, എടാ, നിങ്ങളെ വിശ്വസിച്ച് എന്റെ മകൻ യൂസുഫിനെ തന്നു വിട്ടു. ഇതുവരെ എന്റെ മകന്റെ ഒരു വിവരവുമില്ല. ഇനി ഒരു മകനെ കൂടി കൊലയ്ക്ക് കൊടുക്കാൻ ഞാൻ നിങ്ങൾക്ക് തരണോ? ഞാൻ തരൂല. പട്ടിണി കിടന്നു മക്കൾ. കുറേ ദിവസം പട്ടിണി കിടന്ന് തളർന്നപ്പോ വാപ്പാടെ മനസ്സലിഞ്ഞു. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഈ മകനെ നിങ്ങൾക്ക് തന്നുവിടാം. ഈ മകനില്ലാതെ നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങി വരാൻ പാടില്ല എന്ന നിബന്ധനയോടെ ബിനിയാമിനെ കൊടുത്തുവിട്ടു. സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി കാത്തിരുന്നു വരുന്നത് കാണാൻ. ബിനിയാമിൻ എന്ന് പറഞ്ഞ തന്റെ ഇഷ്ട സഹോദരനാണ്, അനുജനാണ്. ബിനിയാമിനെ കണ്ടുമുട്ടി വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ബിനിയാമിനോട് മാത്രം പറഞ്ഞു, മോനെ, ഞാൻ നിന്റെ ജ്യേഷ്ഠനാണ്, യൂസുഫ് എന്നാണ് പേര്, ഇത് നീ ആരോടും പറയരുത്. അങ്ങനെ ബിനിയാമീനെ ചില കള്ളങ്ങൾ കാണിച്ച്, ചില തട്ടിപ്പുകൾ കാണിച്ച്, ചില ഐഡിയകൾ പ്രയോഗിച്ച് യൂസുഫ് നബിയുടെ അടുത്ത് തന്നെ നിർത്തിയെന്നാണ്. അങ്ങനെ ഇവർ മടങ്ങിപ്പോയി. അങ്ങനെ ചരിത്രത്തിൽ കാണാം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴും പറഞ്ഞിരുന്ന ഏതൊരു കാര്യത്തിലും അള്ളാഹു ഇത്രമാത്രം ഉന്നതി കിട്ടാൻ കാരണം ഒരൊറ്റ ദിക്ർ പതിവാക്കി എന്നാണ്. അങ്ങനെ വാപ്പായെ കാണാമെന്ന ആഗ്രഹം വന്നു. യൗക്കൂബ് നബി എന്ത് ചെയ്തു? മിസ്രിലേക്ക് കൊണ്ടുവന്നു. യൗക്കൂബ് നബി കനാനിലാണ്, യൂസുഫ് മിസ്രിലാണ്. സുബ്ഹാനല്ലാഹ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ രാജാവിനെ കണ്ടാലേ മകനെ വിട്ടുതരുള്ളൂ എന്നായി. അങ്ങനെ ചരിത്രത്തിൽ കാണാം, മക്കളും 10 പേര് പോയി വാപ്പായെ കൊണ്ടുവന്നു. വാപ്പായെ കണ്ടപ്പോ സുബ്ഹാനല്ലാഹ്, യൗക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മകനെ കണ്ടപ്പോ കാര്യം മനസ്സിലായി, മകനാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ ചരിത്രത്തിൽ കാണാം, യൗക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മകനെ തിരിച്ചു കിട്ടുകയും അധികാരം കിട്ടുകയും സുലൈഖ ബീബി എന്ന് പറയുന്ന സ്ത്രീയെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചുമെന്നാണ്. യൂസുഫ് നബിക്ക് ഇത്രമാത്രം ഗുണങ്ങൾ കിട്ടാൻ ഒരൊറ്റ കാരണമായിരുന്നു എന്നാണ്. എപ്പോഴും ഹംദ് പറയുന്ന ആളായിരുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ പതിവാക്കിയിരുന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹ്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോയതാണ്. ഇൻഷാ അല്ലാഹ് ഈ വിനീതൻ നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്നൊരു ആത്മീയ മജ്ലിസ് ഉണ്ട്. ആ മജ്ലിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രഭാഷണങ്ങളല്ല, മഹാന്മാരുടെ ചരിത്രം പാടി പറയലാണ്. അൽഹംദുലില്ലാഹ്. എല്ലാ ദിവസവും ഓരോ പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ ഓരോ സ്വഹാബികളുടെ ചരിത്രം ജനനം മുതൽ വഫാത്ത് വരെ പാടി പറയും. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ചരിത്രം, യൂസുഫ് നബിയെ പ്രണയിച്ച സുലൈഖ ബീബി എന്ന ചരിത്രം ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10ഓ 12ഓ ദിവസം ഓരോ രംഗങ്ങളും വിശാലമായ പാട്ടുകളോടെ വിശദീകരണവുമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ബദറിൻ തീരം ലൈവ് എന്ന ചാനൽ നിങ്ങൾ നോക്കിയാൽ മതി. ആ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും മഹാന്മാരുടെ ചരിത്രം മാപ്പിളപ്പാട്ടിലൂടെ പാടി പറഞ്ഞ് തിബ്ബു സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഒക്കെ ചൊല്ലുന്ന ഒരു മജ്ലിസാണ്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും രാത്രി 9 മണിക്ക് വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് മഹാന്മാരുടെ ചരിത്രം പാടി പറയുന്ന ബദറിൻ തീരം ലൈവ് എന്ന മജ്ലിസ് നിങ്ങൾ പങ്കെടുക്കണം. ചരിത്രങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് വലിയ ഉപകാരമാകും. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഈ ചരിത്രം നമുക്ക് തരുന്ന പാഠം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അതുപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതോടൊപ്പം ഏതൊരു നല്ല കാര്യം ചെയ്യുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ 4 ദിക്റുകൾ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴും ചൊല്ലിയിരുന്നു എന്നാണ്. അത് നമ്മൾ ചേർത്ത് പഠിക്കുക. അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ഓരോരോ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ രാവിലെയും വൈകുന്നേരം ഓരോ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കും. ബദറും തീര ലൈവ് എന്ന ചാനലിൽ ലൈവ് മാത്രമേ ഉള്ളൂ. 9 മണി മുതൽ 10:30 മണി വരെ ചരിത്രം പാടി പറയലാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 2 ചാനലുകൾ നിങ്ങൾ ഏറ്റെടുക്കണം. അള്ളാഹ് കബൂലാക്കട്ടെ.
കബൂലാക്കട്ടെ, അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. സുബൈ നമസ്കാരം കഴിഞ്ഞ് ഇതുപോലെ ഓരോരോ അറിവുകൾ, ഒരു ദിവസം ചരിത്രമാണ്, ഒരു ദിവസം അറിയാവുന്ന കാര്യങ്ങൾ സംശയ നിവാരണമാണ്, ഒരു ദിവസം ആയത്തുകളുടെ വിശദീകരണം, ഒരു ദിവസം ദിക്റുകളുടെ മഹത്വം, സൂറത്തുകളുടെ മഹത്വം, അങ്ങനെ തുടങ്ങി ഓരോ ദിവസങ്ങളും ഓരോ വിശിഷ്ടമായ അറിവുകളാണ് നിങ്ങൾക്ക് മുന്നിൽ സമ്മാനമായി തരുന്നത്. അതോടൊപ്പം വൈകുന്നേരം മഗ്‌രിബിന്റെ സമയത്ത് കുറച്ച് ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലുന്ന ഒരു മജ്‌ലിസും 2 വീഡിയോ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ചാനൽ ഏറ്റെടുക്കുക. അള്ളാഹ് കബൂലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.